എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദായതുകൊണ്ട് നമുക്ക് ജിമ്മിന്ന് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വർക്കൗട്ട് എല്ലാം ഇന്ന് ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പോൾ അടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ കംപ്ലീറ്റ് വർക്കൗട്ട് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ വാമപ്പ് സെഷനാണ്. വാമപ്പ് ചെയ്യാണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ആയിരിക്കും സത്യം പറഞ്ഞാൽ. ബേസിക്കലി ജിമ്മില്ലാത്ത സമയത്ത് ഞാൻ നോർമലായിട്ട് ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ വന്നാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ അടിക്കാൻ പോണത് ഒരു 3 സെറ്റ് പുഷപ്സും അതുപോലെ തന്നെ 3 സെറ്റ് പുള്ളപ്സും ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പുള്ളപ്സ് അടിക്കാം. 3 സെറ്റ് മാത്രം അടിക്കാറില്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോർമലി ഒരു ജിമ്മില്ലാത്ത സമയത്ത് ഒരു 3 പുഷപ്സും 3 സെറ്റ് പുഷപ്സും 3 സെറ്റ് പുള്ളപ്സുമാണ് അടിക്കാറുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജിമ്മില്ലാത്ത സമയം ഞാൻ ഈ ഒരു ഗ്രൗണ്ടിൽ വന്നാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത്. സോ എന്തായാലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ മോർണിംഗ് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വർക്കൗട്ടൊക്കെ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുക്ക് റീഡ് സെഷനും കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കറൻലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബുക്കാണ്, 48 Laws of Power എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക്. ഇതും തീരെ ഏകദേശം ഒരു 5-6 പേജ് കൂടി വായിക്കാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ബുക്കും ഫിനിഷ് ആവും. സോ അങ്ങനെ ബുക്ക് റീഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് നോർമലായിട്ട് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. പിന്നെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഈ ട്രേഡിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആണ്. ഇപ്പം നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മുടെ ട്രേഡ് ലോസ് ആയത്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ജേർണൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ റീസൺ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ജേർണൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റീസൺ പ്രോപ്പറായിട്ട് മനസ്സിലാവും. നമുക്കത് പിന്നെ അടുത്ത ട്രേഡിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗൂഗിളിലെ സ്പ്രെഡ്ഷീറ്റിൽ ആ ഒരു ജേർണൽ, ട്രേഡിംഗ് ജേർണൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പെയർ ഉണ്ട്, നമ്മൾ ഏത് കോയിനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ടൈം, പിന്നെ ഇത് കണ്ട ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ ട്രേഡ് എന്നുള്ള കാര്യം, പിന്നെ അതുപോലെ തന്നെ എത്ര ഡോളർ നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്ര ഡോളർ ഇതിൽ നിന്ന് ലോസ് ആണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ. സോ ഇതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു വിൻ പെർസെൻറ്റേജ് ഇത് കണ്ട ഓടിച്ച് ഈ ഒരു വിൻ പെർസെൻറ്റേജ് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഓവറോൾ നമ്മൾ എത്രത്തോളം വിന്നിലാണ് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിൽക്കുന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു ടോട്ടലൊരു എന്താ പറയുക 8 ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു 4 വിന്നുമായിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ലോസുമായിട്ടുണ്ട്. സോ ടോട്ടൽ വിൻ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 57.40% ആണ് എൻ്റെ ടോട്ടൽ വിൻ റേറ്റ്. സോ ഇതെന്തായാലും നിങ്ങളും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് ജേർണിയിൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ BTCയുടെ ചാർട്ടിന് മുന്നിൽ നിൽക്കണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയാൽ നമ്മളിവിടെ വെച്ച് എൻട്രി എടുക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ച ആ സോണിലേക്ക് പ്രൈസ് എത്താനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു പൊസിഷൻ നമ്മൾ ഓപ്പൺ ചെയ്യും. സോ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു എപ്പിസോഡ് വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ്. ഓക്കെ, ബൈ.